ഇന്നലകളെ നാളെ ഓർത്തിരിക്കാൻ ഇന്ന് എന്തെങ്കിലും വേണം അല്ലേ? അതാ ഞങ്ങൾ ഇന്ന് പകർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നിമിഷത്തിലിട്ടോ. ഞങ്ങളിപ്പോൾ റൈഡ് ചെയ്ത് മലപ്പുറം ജില്ലയിൽ ചോലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടോ. ഇനി ഇവിടുന്ന് മഞ്ചേരിക്ക യാത്ര. ഞങ്ങൾ ഇവിടെയാണ് താമസം, അതായത് നമ്മുടെ തന്നെ വണ്ടിയൊക്കെ ഇവിടെ ഒരു വീട്ടിൽ സൈഡാക്കി വെച്ച് നമ്മളിവിടെയായിരുന്നു താമസം. ഷിയാക്ക ഒരു പ്രവാസിയായിരുന്നു, ഇപ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ ഉണ്ട്. ഭയങ്കര സപ്പോർട്ടാട്ടോ, നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഭയങ്കര സപ്പോർട്ടുണ്ട്. ഉമ്മ രാവിലെ എണീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നു, ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇക്ക എല്ലാവിധ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. എന്തെങ്കിലും പറയാനുണ്ടോ നമ്മളോട്? അതാണ് മിഷൻ വണ്ടർപ്പിയുടെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോദിച്ചുകൊണ്ടിരിക്കുക, അതാണ് മിഷൻ വണ്ടർപ്പി. അപ്പോൾ ഇന്നത്തെ വളരെ കുഞ്ഞ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. നല്ല കുഞ്ഞതാണെങ്കിലും വളരെ നല്ല രസകരമായ വീഡിയോസാണ്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ ഒരു സന്തോഷമായ കാര്യം പറയാണ്ടല്ലേ, നമുക്ക് കുറേ നാളായിട്ട് നമ്മുടെ പുറകാല കുറച്ച് ന്യൂസ് ചാനലുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം റീച്ചുള്ള ഒരു 24 ന്യൂസ് ഇന്നലെ നമ്മളെ വന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പോയി. ഇന്ന് അത് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അത് വളരെ സന്തോഷം. എന്ന് വെച്ചാൽ അവർ ഞങ്ങളെ കാര്യങ്ങൾ വാച്ച് ചെയ്തുകൊണ്ട് ഞങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അവർ ഇത്രയും കാലങ്ങൾ. നമ്മൾ ചെയ്യുന്നത് ജെന്യൂൻ ആണോ? അത് സ്വാഭാവികമായിട്ട് ആരും ചിന്തിക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും അങ്ങനത്തെ വലിയ ചാനലൊക്കെ ചെയ്യുമ്പോൾ അവർ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് ചെയ്യുള്ളൂ. നോക്കണ്ടേ, അവർക്ക് ഒരു ഇതുള്ളതല്ലേ. അതെ. അപ്പോൾ അവർ ഫുള്ള് വാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറ് നമുക്ക് എന്ത് ചെയ്തു, അതിന് അപ്രൂവ് കൊടുത്തു എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. യെസ്, അദ്ദേഹം തന്നെയാണ് ന്യൂസ് വായിച്ചത് അല്ലേ? അതെ, രാവിലത്തെ സ്റ്റോറിയിൽ. അപ്പോൾ സന്തോഷകരമായ സംഗതിയാണ്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ കയറി നോക്കണം അല്ലേ? ഞങ്ങൾ മഞ്ചേരി എത്തിയിട്ട് റൈഡ് ചെയ്തിട്ട് ഞങ്ങൾ വണ്ടി കൊണ്ട് മഞ്ചേരി എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. പക്ഷേ ഞങ്ങൾ കയറിയതല്ല അല്ലേ, നമ്മൾ കയറ്റിയതാണ്. ഇവിടെ ഒരു റൈഡിനെ പ്രിയപ്പെടുന്ന 2 വ്യക്തികളുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന വിശേഷങ്ങളെല്ലാം ചോദിച്ച് അങ്ങനെ ഇവിടെ മഞ്ചേരി ടൗണിലെത്തുന്നതിന് മുമ്പ്, അതായത് നമ്മൾ പാണ്ടിക്കാട് നിന്ന് മഞ്ചേരിക്ക് ടൗണിലെത്തുന്നതിന് മുമ്പ് ഒരു ഹിൽട്ടൺ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങളുള്ളത്. ഇവർ ഭയങ്കരമായിട്ട് റൈഡിനെ പ്രിയപ്പെടുന്നു, അതുപോലെ നമ്മുടെ മിഷനെ പ്രിയപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ വെറൈറ്റി ഇവരുടെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡ്രാഗൺ ചിക്കനും പിന്നെ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട്. രണ്ടുപേരും കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങളെന്താ ഓടി പിടിച്ച ആൾക്കാരാണ്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ മിഷനും ഞങ്ങളുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ അല്ലേ? റൈഡെല്ലാം പൊളിയല്ലേ? അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നല്ല രീതിയിലുണ്ട്. ഒരുപാട് സന്തോഷം എന്താണെങ്കിലും. തീർച്ചയായിട്ടും ഇനി ഉണ്ടാവില്ല കൂടെ. തീർച്ചയായിട്ടും കാണിച്ചു കൊടുത്തു. വെറൈറ്റി അടിപൊളി ഒരു കേക്ക് ഉണ്ടാവും. കോക്കനട്ട് ടെൻഡർ എന്നാണ് അതിൻ്റെ പേര്. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. എന്താ ടേസ്റ്റിയാണ്, വളരെ ടേസ്റ്റ് അല്ലേ? എന്താ പീസ് എന്ന് പറഞ്ഞാൽ നോക്ക്, ഭയങ്കര എന്താ വെച്ചാൽ പറയാൻ വയ്യ. അതല്ലേ ഒരു വെറൈറ്റി, ഇത്രയും കാലം കഴിച്ചാൽ ഒരു വെറൈറ്റി അല്ലേ? സൂപ്പർ പൊളിച്ച്. ഇപ്പോൾ ഞങ്ങൾ മഞ്ചേരി ടൗണില് എത്തുന്നതിന് മുമ്പ് പാണ്ടിക്കാട് നിന്ന് മഞ്ചേരിക്കുള്ള റൂട്ടിൽ ഒരു ഹിൽട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേക്ക് ഐറ്റംസ്, അതുപോലെ തന്നെ വെഡ്ഡിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്ന കേക്ക് ഐറ്റംസ്, അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം, മറ്റും എല്ലാ കാര്യങ്ങളും കിട്ടുന്ന നല്ലൊരു അടിപൊളിയൊരു റെസ്റ്റോറൻ്റാണല്ലേ. അതിനേക്കാളും പ്രത്യേകത എന്താ പറയുക, ഇവിടുത്തെ ഓരോ ആൾക്കാരാട്ടോ. ഇവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകിച്ച് റൈഡേഴ്സാണ്, റൈഡിന് പ്രിയപ്പെടുന്ന ആൾക്കാർ. ഒരു സൈക്കിൾ റൈഡേഴ്സും ഉണ്ട്, ഒരു ബൈക്ക് റൈഡേഴ്സും ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ കുറേ സ്റ്റാഫുകളും കുറേ നല്ല പ്രിയപ്പെട്ട ബ്രോസും. അപ്പോൾ നമ്മളെ കണ്ടപാട് ഈ എന്താ പറയുക, ഈ റെസ്റ്റോറൻറ്റിന് മുന്നിൽ കൂടെ ഞങ്ങൾ പാസ് ചെയ്തപ്പോൾ ഞങ്ങളെ എന്താണ് ഇതിനുള്ളിൽ കയറ്റാത്തതെന്ന് ചോദിച്ചിട്ട് ഇവിടുത്തെ ഓണേഴ്സും എല്ലാ ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളവരോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ റൈഡിന് ഒരുപാട് പ്രിയപ്പെട്ട ആൾക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഞങ്ങളുടെ ഈ റൈഡിനെ, ഞങ്ങളുടെ ഈ സൈക്കിൾ കാരവനിലുണ്ട് ആ കുഞ്ഞു കാര്യങ്ങൾ എഴുതി വെച്ചപ്പോൾ അവർക്ക് ഒരു അതിശയവും കാര്യങ്ങളൊക്കെ തോന്നി. അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് വിളിച്ച് കയറ്റി ഭക്ഷണം, വയറിറച്ച ഭക്ഷണവും വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണം, അതായത് എന്താ ഭാഷ പേരൊക്കെ പറയാ, ഡ്രാഗൺ ചിക്കൻ, അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണിക്ക് എന്താ സ്പെഷ്യൽ ബിരിയാണി, മലബാർ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കോഫി ഉണ്ടല്ലോ, ഒരു വെറൈറ്റി കോഫി ഷോട്ട്, എക്സ്പ്രസോ, അടിപൊളിയായിട്ടോ. എനർജിക്ക് വേണ്ടി നല്ല അടിപൊളി സാധനമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ താഴെ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ കേക്കിന്റെ ഒരു ഇത് തന്നെയാണ്, കേക്കിന്റെ സ്പെഷ്യൽ ആയിട്ട് എല്ലാ ഐറ്റംസും കേക്കുകളും, പിന്നെ വെഡിങ്ങിന് വേണ്ടിയിട്ട്, അതായത് സ്റ്റേജിൽ വെച്ച് കൈമാറാനുള്ള ആ ഒരു ഫംഗ്ഷന്റെ ചടങ്ങിന്റെ പേരെന്താ,
അത്ര മതി അല്ലേ? അപ്പൊ അതിനൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ചെറിയ ഫസ്റ്റ് ഫ്ലോർ തന്നെ, ഗ്രൗണ്ട് ഫ്ലോർ തന്നെ. അപ്പൊ അവിടെ വെച്ചിട്ട് നല്ലൊരു വെറൈറ്റി കേക്ക് വന്നു അല്ലേ? എന്താണ് കോക്കനട്ട് ടെൻഡർ കോക്കനട്ട് അല്ലേ? അപ്പൊ അടിപൊളി. അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾ ഇത്രയും നാൾ കഴിച്ചതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് ഒരു ഫീൽ അതിനകത്ത് ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ എല്ലാം കൊണ്ട് ഞങ്ങളുടെ മനസ്സും എന്താ പറയാ വയറും മനസ്സും ഒരേപോലെ നിറഞ്ഞു. ഇവരൊക്കെ കാണാനും പരിചയപ്പെടാനും പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടോ നമ്മളോട്? ഓക്കെ, താങ്ക് യു, ബൈ.